വെറുതെ കാണാം, വെറുതെ ഇരിക്കാം, വെറുതെ വെറുതെ ചിരിക്കാം, തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാം. ഇന്നു വരും നീ, ഇന്നു വരും നീ എൻ്റെ നിലാപന്തലിൽ, വെറുതെ എൻ്റെ കിനാപന്തലിൽ. തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. താങ്ക് യു, താങ്ക് യു. നീ തീർത്ത ധ്രുവ, എന്താ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സോങ് സെലക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഹരിച്ചേട്ടാ നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ധ്രുവയുടെയാണ്. ഒരു പൊട്ടിക്ക് ധ്രുവ ഇന്ന് സ്കോർ ചെയ്തു നിങ്ങളുടെ മെഡ്ലിയിൽ ഒരുമിച്ച്. എനിക്ക് ധ്രുവയുടെ കുറച്ചും കൂടി ജെന്യുവൻ എക്സ്പ്രഷൻസും കുറച്ചുകൂടി ഓപ്പൺനെസ് ഇൻ സിംഗിങ് കുറച്ച് എനിക്ക് ഇങ്ങോട്ട് ആ ഒരു ഫീല് കിട്ടി. മോള് നന്നായിട്ട് പാടി തീർത്ത, പക്ഷെ ബെറ്റർ രണ്ടുപേരുടെ ഇന്നത്തെ പെർഫോമൻസിൽ ധ്രുവ കുറച്ച് സ്കോർ ചെയ്തു. ആദ്യത്തെ രണ്ട് പാട്ടും എല്ലാം നന്നായിട്ട് പാടി നിങ്ങൾ. എന്നാലും ആദ്യത്തെ രണ്ട് പാട്ട് നല്ല രസമായിട്ട് സിങ്കായി പോയി. മൂന്നാമത്തെ പെട്ടെന്ന് ആ BGM വന്നപ്പോ ഒറ്റച്ചാട്ടം. അതെന്താ മൂന്നാമത്തെ സോങ് ആരാ ചൂസ് ചെയ്ത്? എന്ത് പറ്റി അത് ചൂസ് ചെയ്യാൻ? ആണോ? ഓക്കെ. പക്ഷെ അത് എനിക്കൊരു ഒട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ പാട്ടും അതിന് മുമ്പ് പാടിയ രണ്ട് പാട്ടുമേ. സോ എനിക്ക് ചോയ്സ് ബെറ്റർ ആക്കാൻ തോന്നി മൂന്നാമത്തെ പാട്ട്. കാരണം അത് ഒരേ പേസിൽ ഈ ഫസ്റ്റ് സോങ് സെക്കൻഡ് സോങ് ഉഗ്രൻ സെലക്ഷൻ. അതെ, നല്ല രസമായിട്ടുണ്ട്. എനിവേ നൈസ് പെർഫോമൻസ്, രണ്ടുപേരുടെയും പെർഫോമൻസ് ഉള്ളായിരുന്നു. മക്കളെ രണ്ടുപേരെ കാണാൻ ചക്കര. പിന്നെ നിങ്ങളുടെ നടുക്ക് നിൽക്കുന്നത് ഒരു അതീവ സുന്ദരി, പറയാതിരിക്കാൻ വയ്യ, ബ്യൂട്ടിഫുൾ. അപ്പം മക്കളുമാരെ മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ തീർത്ഥയും നന്നായിട്ട് പാടി, ഈ നമ്മുടെ ധ്രുവയും നന്നായിട്ട് പാടി. മോള് എനിക്ക് സോഫ്റ്റ് അങ്ങ് ആയി വല്ലാണ്ടങ്ങ് ആയോ എന്നൊരു ശരി. ഈ പാട്ടിന് അത് ഓക്കെയാണ് മോളെ. പിന്നെ മോളെ കൊണ്ട് തുറന്ന് പാടാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇപ്പം ഇതൊക്കെ പ്ലസൻ്റ് ആയിട്ടുള്ള ഭാഷ. കുറച്ചും കൂടെ മോടെ ടോൺ ഒന്ന് ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ശബ്ദം എത്രത്തോളം ലെവലുണ്ട് മോക്ക്, എത്രത്തോളം ത്രോ ചെയ്യാൻ പറ്റും മോടെ വോയിസ് എന്ന് അറിയാൻ വേണ്ടി പാടാമോ? മക്കൾക്ക് ഇഷ്ടമുള്ളത് ഒരു ഇച്ചിരി തുറന്ന് അടിച്ച് പാടാൻ പറ്റിയ മോളേതാ യൂഷ്വലി പാടാറുള്ളത്? ഫാസ്റ്റ് നമ്പേഴ്സ് സ്റ്റേജിലൊക്കെ? സ്റ്റേജ് പ്രോഗ്രാംസ് മോഹമുന്തിരി പാടാറുണ്ട്. മോഹമുന്തിരി ഒന്ന് പാടിക്കേ. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരമേ നിൻ ശലഭം
കാമുകനെ മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ്. കൊള്ളാം കേട്ടോ. താങ്ക് യു. ആ അത് ഇങ്ങനെയുള്ള പരിശ്രമം കൂടെ നടത്തണം. ഇതിനിടയ്ക്ക് നമ്മളെ ജഡ്ജസിനെ ആശയക്കുഴപ്പത്തിലാക്കരുത് കേട്ടോ. പേടി കൊണ്ടാ കാര്യം. നല്ല പാട്ടുകാരിയാണ് മോൾ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സിംഗറാണ് നീ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം ഇതിനകത്താണെങ്കിൽ ആ സംഗതിയൊക്കെ എന്ത് ക്ലാരിറ്റി ഉണ്ട് പാടുന്ന കേൾക്കാൻ, എന്ത് സുഖമാണ് കേൾക്കാൻ. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, നീ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശരത് സർ. ഷാനിക്ക നന്നായിട്ട് പാടി. ഒരു പൊടിക്ക് മേലെ ധ്രുവ നന്നായിട്ട് പാടിയതുപോലെ ഫീൽ ചെയ്ത് ഒന്നുമില്ല. അതിന്റെ ബേസിക് തിങ് വാസ് എക്സ്പ്രഷൻസ്. മോളുടെ എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ കണക്ട് ചെയ്തു. മച്ച് മോർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. തീർത്ഥയുടെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. തീർത്ഥം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ മോഹമുന്തിരി പാടിയപ്പോൾ ഉള്ള ടോൺ, എൻ്റെ തീർത്ഥം അതുപോലത്തെ പാട്ടുകളൊക്കെ എടുത്തിട്ട് വരണം കേട്ടോ. അഗൈൻ ശരത്തേട്ടൻ പറഞ്ഞ പോലെ പാട്ട് ഉഗ്രം പാട്ടാണ്. പക്ഷെ ഹരി പറഞ്ഞ പോലെ അത് മുഴച്ചു നിന്നു, മറ്റ് രണ്ടിൽ നിന്നും മാറി നിന്നു ഭയങ്കരമായിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ബാക്കി ഇറ്റ് വാസ് നൈസ്. രണ്ടുപേരും ഈക്വലി ഗുഡ് ആണ് രണ്ടുപേരും. ഒരു പൊട്ടിക്ക് അതും എക്സ്പ്രഷൻസ്. That's it. That's all. താങ്ക് യു ഷാനിക്ക. ഗൈസ് മാർക്ക് ചോദിക്കാം. ശരത് സർ എന്തോ മാർക്ക്. തീർത്ഥ കുഞ്ഞെ, നിനക്ക് ഞാൻ ആത്മാർത്ഥമായി 8 മാർക്ക് തരും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ധ്രുവ കുഞ്ഞെ, എന്തോ നിനക്ക് ഞാൻ ആത്മാർത്ഥമായി 8.5 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അണ്ണൻ തമ്പി ആ. മാർക്ക്. ഓക്കെ. അപ്പൊ തീർത്ഥ ആൻഡ് ധ്രുവ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.